Hi, friends. Thank you for joining in this live. Thank you for watching me. പരിശുദ്ധനായ പൗലോസ് ലീഹ കൊലാസ്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. പ്രധാനമായും പൗരസ്ത്യ ദർശനങ്ങൾ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് പൗലോസ് ലീഹായുടെ 3 ലേഖനങ്ങളിലും യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലും ആണ് അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ പഠനത്തിൽ കൊലാസ്യ ലേഖനം, എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം എന്നീ ലേഖനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കൊലാസ്യ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം, സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായ സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. അപ്പൊ സ്വർഗത്തിൽ നമുക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ സുവിശേഷത്തിന്റെ സത്യവചനം കൊണ്ടാണ്. അപ്പൊ സുവിശേഷം അല്പം വ്യത്യസ്തമായിട്ടും വരാം. ഇപ്പൊ സത്യവചനം, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. അപ്പൊ ആ സുവിശേഷത്തെ കുറിച്ച്, ഏതാണ് ഈ സത്യവചനം എന്ന സുവിശേഷത്തെ കുറിച്ച് പൗലോസ് ലീഹ പറയാണ്, അതെന്താണ് കേൾക്കേണ്ടത്? ദൈവകൃപയെ. അപ്പൊ കൃപയെ കുറിച്ചാണ് കേൾക്കേണ്ടത്. അപ്പൊ സത്യസുവിശേഷമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളതെങ്കിൽ, സത്യസുവിശേഷമാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ, അത് ദൈവകൃപയെ സംബന്ധിച്ചതായിരിക്കും. അപ്പൊ ദൈവകൃപയെ കേൾക്കുന്നതാണ് സത്യസുവിശേഷം. എന്താണ് ദൈവകൃപ? ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കൃപ. അപ്പം ഗ്രേസ് എന്ന് പറഞ്ഞതിന് ഒരു വിദ്വാൻ ഒരു വിപുലീകരണം നടത്തി. ഈ ഗ്രേസ് എന്ന വാക്കിന്, ഈ ഗ്രേസ് എന്ന് പറയുമ്പോൾ ഗോഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ്റ്റ് എക്സ്പെൻസ് എന്ന് ഒരു വിശദീകരണം കൊടുത്തു. അപ്പൊ ക്രിസ്തുവിന്റെ ചെലവിൽ ദൈവത്തിന്റെ സമ്പത്ത് നമുക്ക് ലഭിക്കുന്നു. അതാണ് ഗ്രേസ് എന്ന വാക്കിനെ വിപുലീകരിച്ചതാണ്. അപ്പൊ ഗോഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ്റ്റ് എക്സ്പെൻസ് എന്നാണ് അദ്ദേഹം വിപുലീകരിച്ചത്. അപ്പൊ ഈ ഗ്രേസ് എന്നാൽ ദൈവത്തിന്റെ സമ്പത്ത്, കൃപാമഹത്വം. അപ്പൊ ആ പുരാതന സമ്പത്ത്, ബൈബിളിൽ പല ടേമുകളാണ് ഉള്ളത്. മഹത്വത്തിന്റെ സമ്പത്ത്, ഗ്ലോറിയസ് റിച്ചസ്. അപ്പൊ ദൈവത്തിന്റെ സമ്പത്ത് ക്രിസ്തുവിന്റെ ചിലവിൽ നമുക്ക് ലഭിക്കുന്നു. അപ്പൊ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ഗ്രേസ്. അപ്പൊ കൃപയും കരുണയും, ഗ്രേസ് ആൻഡ് മേഴ്സി. അപ്പൊ നമ്മുടെ നാട്ടിൽ സാധാരണ സ്ത്രീകൾക്ക് ഇടുന്ന ഒരു 2 പേരായിട്ട് മാത്രം അത് അതപ്പതിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഗ്രേസും മേഴ്സിയും കൂടെ 2 സ്ത്രീകൾ ദ്വയം കണ്ടു പോയെന്നാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഈ ഗ്രേസ് ആൻഡ് മേഴ്സിയാണ്. പക്ഷേ ജഡ്ജ്മെന്റ് ആൻഡ് ഹെല്ല്, പണിഷ്മെന്റ്, ഇങ്ങനത്തെയുള്ള വാക്കുകളിലേക്ക് എന്ത് ചെയ്തു? ശത്രുവായവൻ അതിനെ കൂട്ടിക്കളഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് കേട്ടറിഞ്ഞ നാൾ, ഗ്രേസ്, ദൈവ കൃപയെക്കുറിച്ച് നിങ്ങൾ കേട്ടറിഞ്ഞ നാൾ മുതൽ. അപ്പൊ സുവിശേഷം, സത്യവചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ ഗ്രേസ് എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങളവിടെ വായിച്ചു നോക്കുക. എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് പറഞ്ഞാൽ ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കൃപ, ദ ഗ്രേസ് ഓഫ് ഗോഡ്. അപ്പൊ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്ത യേശുവിനെ ഓർക്കുക. അപ്പൊ ഗ്രേസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സമ്പത്ത് ക്രിസ്തു മൂലം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സത്വർത്തമാനം. അതാണ് ഗ്രേസ്, ഗ്രേസ് ഓഫ് ഗോഡ്.
ഇനി അടുത്തത് ഗ്രേസ് എന്നാല് എന്താണത്? അൺമെറിറ്റഡ് ഫേവർ. അതാണ് ഗ്രേസ്. അൺമെറിറ്റഡ് ഫേവർ എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത ഔദാര്യത്തിന്റെ പേരാണ് ഗ്രേസ്. അർഹത ഏതെങ്കിലും വിധത്തിലുണ്ടെങ്കിൽ അതെന്തല്ല, എന്തെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ അത് ഗ്രേസ് അല്ല. ദാറ്റ് ഈസ് നോ ലോങ്ങർ ഗ്രേസ്. അപ്പോ ഗ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും അർഹത ഇല്ലാത്തതാണ്. അപ്പം അർഹതയില്ലാത്ത ഒരു ഔദാര്യം. അപ്പം ഒരു ഗ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കാരണം ഈ ഗ്രേസ് എന്ന് പറയുമ്പോൾ പല ആളുകളും ചിന്തിക്കുന്നത് നമ്മൾ കുറെയൊക്കെ മേക്കപ്പ് ചെയ്ത്, നമ്മൾ കുറെയൊക്കെ പെർഫോം ചെയ്ത്, നമ്മൾ കുറെയൊക്കെ റീച്ച് ചെയ്ത് നമ്മൾ പ്രാപിക്കുന്ന ഒന്നാണ് ഗ്രേസ്. അപ്പൊ ഗ്രേസ്, പക്ഷെ ഗ്രേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടോട്ടലി അൺമെറിറ്റഡ് ഫേവർ ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗ്രേസ് കിട്ടുന്നതിന് എന്താണ് ക്വാളിഫിക്കേഷൻ, റിക്വയർമെന്റ്? ആർക്കാണ് ഗ്രേസ് കിട്ടുന്നത്? വെച്ച് കഴിഞ്ഞാൽ യോഗ്യത ഇല്ലാത്തവർക്ക് കിട്ടുന്ന ഒന്നിന്റെ പേരാണ് ഗ്രേസ്. ഗ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗ്യത ഇല്ലാത്തവർക്കാണ് കിട്ടുന്നത്. നിങ്ങൾ മനഃപൂർവ്വം മനസ്സിലാക്കണം. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള യോഗ്യത നമുക്ക് ഉണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള യോഗ്യത നമുക്ക് ഉണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യാണ്? ദൈവ കൃപയ്ക്ക് നമ്മളെ അപാത്രങ്ങളാക്കി മാറ്റുകയാണ്. ദൈവകൃപ നമ്മളിൽ വസിക്കുന്നില്ല. കാരണം ദൈവകൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടോട്ടലി ഇറ്റ് ഈസ് ഫോർ അൺവർത്തി പീപ്പിൾ. അയോഗ്യർക്ക് വേണ്ടി ഉള്ളതിന്റെ പേരാണ് കൃപ. ഇപ്പൊ ഗ്രേസ് മാർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഗ്രേസ് മാർക്ക് പണ്ടൊക്കെ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഗ്രേസ് മാർക്ക് കൊടുക്കും. അപ്പൊ ഒരുമാതിരി പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഭയങ്കര അസ്വസ്ഥതയാണത്. കാരണം നമ്മളിപ്പോ ഒരാളൊരു 42 മാർക്ക് മേടിച്ചു, ജയിച്ചിങ്ങനെ ഇരിക്കുകയാണ്. 142. അന്നത്തെ കാലത്ത് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് 40% മാർക്ക് കൊണ്ട് ജയിക്കും. ഇന്നിപ്പോ 70, 80 ഒക്കെ ഉണ്ടല്ല ജയിക്കുന്നത്. അന്നത്തെ 40% മാർക്ക് മതി, 100ൽ 40 കൊണ്ട് ജയിക്കും. അപ്പൊ ഈ 20 മാർക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തേക്കാൻ സർക്കാർ ഉത്തരവിടും. അപ്പൊ എന്ത് ചെയ്യും? 22 മാർക്ക് മേടിച്ചവന് 20 മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടുമ്പോൾ അവന്റെ മാർക്ക് എത്രയാവും? 42 ആവും. ഈ 42 മേടിച്ചവൻ എന്തില്ല? ഗ്രേസ് മാർക്ക് ഇല്ല. അത് അനീതിയല്ലേ? അപ്പൊ 42കാരൻ ചിന്തിക്കുന്ന അവനോട് 20 കിട്ടിയിരുന്നെങ്കിൽ 62 ആയനെ. അങ്ങനെ ആകത്തില്ല. ഗ്രേസ് മാർക്ക് ഒരിക്കലും ജയിച്ചവന് കൊടുക്കത്തില്ല. തോറ്റവനുള്ളതാണ് ഗ്രേസ് മാർക്ക്. 42 മാർക്ക് മേടിച്ച് ജയിച്ചിങ്ങനെ ഇരിക്കുന്ന അവന് അപ്പോഴാണ് സർക്കാർ ഉത്തരവ് 20 മാർക്ക് ഗ്രേസ് മാർക്ക്. അപ്പൊ 22കാരൻ നേരെ കയറി എന്തായി തീരുകയാണ്? 42 ആയി തീരുകയാണ്. അപ്പൊ 42 സ്വാഭാവികമായിട്ടും അധ്വാനിച്ച് മേടിച്ച 42കാരൻ എന്തായി തീരുകയാണ്? ശശിയായി തീരുകയാണ്. അപ്പൊ ഈ മുന്തിരിത്തോട്ടത്തിലെ പണിക്ക് പോയ ആ കൂലിക്കാരുടെ ഒരു ഉപമ കർത്താവ് പറഞ്ഞില്ല, അതിനോട് തുല്യമാണ് നമ്മുടെ ഇന്നത്തെ സ്കൂൾ സിസ്റ്റം. എനിക്കറിയത്തില്ല, ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഗ്രേസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കൃപ എന്ന് പറഞ്ഞാൽ തികച്ചും അയോഗ്യർക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഗ്രേസ്. അപ്പൊ ആ ഗ്രേസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അയോഗ്യർക്കാണ് കിട്ടുന്നത്. അല്ലാതെ മറ്റേ യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുകയോ നിങ്ങൾ ക്ലെയിം ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഗ്രേസ് കിട്ടത്തില്ല. കാരണം ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. അങ്ങനെ നിങ്ങൾക്ക് ഗ്രേസ് കിട്ടുന്നത് എങ്ങനെയാണ്? തരാൻ പറ്റത്തില്ല. ഇതുകൊണ്ടാണ് സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാന അവസാനിക്കുമ്പോൾ നമ്മുടെ അതിബുദ്ധിമാന്മാരായിരുന്ന, ബുദ്ധിമാന്മാരെന്നുള്ള ദൈവകൃപ ഉണ്ടായിരുന്ന
നമ്മുടെ പിതാക്കന്മാര് എഴുതി വെച്ചു. അങ്ങനെ ഇപ്പം ഗ്രേസ് കിട്ടാൻ പോകണ്ട. അതുകൊണ്ട് പറഞ്ഞു, ഞാനോ ബലഹീനനും പാപിയും ആകുന്ന ദാസൻ, നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണ ലഭിക്കട്ടെ. അപ്പോ ടോട്ടലി എന്ത് ചെയ്യാണ്? ഡിപ്പെൻഡന്റ് ആകുകയാണ്. ഞാൻ അയോഗ്യനാണ്, ഞാൻ കുറവുള്ളവനാണ്, ഞാൻ ബലഹീനനാണ്. ഇറ്റ്സ് ഓൾ ഗ്രേസ്. ഗ്രേസ് ആണ്. കാരണം ഗ്രേസ് കിട്ടിയെങ്കിലേ കാര്യമുള്ളൂ. അല്ല, എനിക്ക് കാശുണ്ടെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ ഇവിടെ അമേരിക്കൻ ഗവൺമെന്റ് ഈ കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ഇവിടുത്തെ പള്ളികൾക്കെല്ലാം കൂടെ $8 ബില്യൺ കൊടുത്തത്. നിങ്ങൾക്ക് ചിന്തിക്കുക, $8 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $800 കോടി. 800 കോടി എന്ന് പറയുമ്പം 56,000 കോടി രൂപയാണ് കൊടുത്തത് പള്ളികൾ പരിരക്ഷിക്കാൻ. എല്ലാ പള്ളിക്കാർക്കും കിട്ടി, എല്ലാ പെന്തക്കോസ്ത് പള്ളിക്കാർക്കെല്ലാം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $56,000 കോടി അമേരിക്കയിലുള്ള പള്ളിക്കെല്ലാം കൂടെ കൊടുത്ത് കിട്ടും. പക്ഷെ ഈ കിട്ടിയവരാരും മിണ്ടത്തില്ല. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം അതിന്റെ ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ജോയൽ ഓസ്റ്റിൻ ഇവിടെ ഹ്യൂസ്റ്റണിലെ പുള്ളിക്ക് 4.4 മില്യനാ കിട്ടിയത്. പള്ളിയുടെ വലിപ്പം അനുസരിച്ച് കാശ് കൊടുക്കുക. $4.4 മില്യൺ പുള്ളി കിട്ടി. പുള്ളിയുടെ പേഴ്സണൽ വ്യക്തിഗത സമ്പാദ്യം 150 മില്യൺ ഉണ്ട്. 150 മില്യൺ ഉണ്ടെന്ന് പറഞ്ഞ് അപേക്ഷിച്ചില്ലെങ്കിൽ ഇത് കിട്ടുമോ? കിട്ടട്ടെ. അപ്പൊ അവിടെ പോയി സർക്കാരിലോട്ട് പേപ്പർ എഴുതി കൊടുക്കുന്ന തന്നെ, ഞങ്ങൾ വലിയ കുഴപ്പത്തിലാണ്, ആ പാട് പ്രശ്നമാണ്, ഞങ്ങളെ സഹായിക്കണം. അപ്പൊ ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. അപ്പൊ ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ റിച്ചസ്, ഗോഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ്റ്റ് എക്സ്പെൻസ്. നിങ്ങളെല്ലാവർക്കും ഇവിടുത്തെ പെന്തക്കോസ്തുകാരല്ല, അവർക്കെല്ലാം ലോട്ടറി അടിച്ചാലല്ലേ. കോവിഡ് വന്നത് ഭയങ്കര ലോട്ടറി പോലെ ആയിപ്പോയി. ബിസിനസ്സുകാർക്കും ചർച്ചുകാർക്കും ഒക്കെ കോടാനുകോടി ഡോളറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഗ്രേസ് എന്താണ്. അപ്പൊ ദൈവകൃപ നിങ്ങൾ കേട്ടറിഞ്ഞു. നിർഭാഗ്യവശാൽ കേരളത്തിലെ ക്രൈസ്തവർ കേട്ടത് ഇതൊന്നുമല്ല, ഈ സുവിശേഷമൊന്നുമല്ല. തികച്ചും വ്യത്യസ്തമായ ഒന്നാണ് കേട്ടത്. മതത്തിന്റെ സാരോപദേശമാണ് മലയാളികൾ ശ്രവിച്ചത്. മതത്തിന്റെ സാരോപദേശവും മതത്തിന്റെ കർക്കശതയും മതത്തിന്റെ വർദ്ധിച്ച ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിന്റെ ഡിമാൻഡ് ഭയങ്കര ഹൈ ഡിമാൻഡുകളാണ്. വലിയ വലിയ നിലവാരം ആവശ്യപ്പെടുക. അപ്പൊ ആ നിലവാരത്തിൽ എത്താതെ മനുഷ്യർ നിരാശരാവുകയാണ്. നിരാശരായിട്ട് മനുഷ്യർ മതത്തിൽ അസംതൃപ്തരായും വിമുഖരായും അധോമുഖരായും സ്വയം ഉൾവലിയുന്നവരായും ഒക്കെ ഇൻട്രോവേർട്ടുകളായി മാറുകയാണ്. അപ്പം നമ്മുടെ ആളുകളെ സംബന്ധിച്ച് സദ്വർത്തമാനം കേട്ടിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അപ്പൊ എന്താണ് സദ്വർത്തമാനം? ഇപ്പൊ കൊലാസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുകയാണ്, നിങ്ങൾ ദൈവകൃപയെ കേട്ടറിഞ്ഞ നാൾ മുതൽ. അപ്പൊ ഇപ്പം നമ്മളിവിടെ ഗ്ലോറിയസ് ഗോസ്പൽ പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നു, അങ്ങനെയാണ് നമുക്ക് എങ്ങനെ? ഇത് നമ്മുടെ സംശയമാണ്. അപ്പൊ എന്താണ് നിങ്ങൾ കേട്ടത്? ശരിക്കും വ്യത്യസ്തമായ ഒന്നാണ്. നിങ്ങൾ സുവിശേഷം കേട്ടിട്ടില്ല, അതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പൊ യഥാർത്ഥ ഗോസ്പൽ. ഇനി നമുക്ക് ഞാൻ പറഞ്ഞത് ശരിയാണോ? ഇപ്പൊ ഞാനിത് പറയുകയാണ്, കൃപ എന്ന് പറഞ്ഞാൽ അത് അയോഗ്യർക്ക് കൊടുക്കുന്ന ഒന്നാണ് കൃപ. നിങ്ങൾ യോഗ്യനാണോ? നിങ്ങൾ അർഹതയുള്ള ആളാണോ? നിങ്ങൾ തന്നെ നിങ്ങളെ ക്വാളിഫൈഡ് ആയിട്ട് എണ്ണുന്നുണ്ടോ? യു ആർ ഔട്ട്. യു കാനോട്ട് റിസീവ് ദിസ് ഗ്രേസ്. അപ്പൊ ഈ ഗ്രേസ് എന്ന് പറഞ്ഞു ഇനി നമ്മൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം നോക്കാം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. ഒരു പക്ഷെ ആ വാക്യം നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കാൻ പര്യാപ്തമായേക്കാം, എനിക്ക് ഉറപ്പില്ല, നമുക്ക് നോക്കാം. 4-ാം അധ്യായം 4-ാം വാക്യം. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. അപ്പൊ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. മനസ്സിലാവുന്നുണ്ടോ? പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടാണ്. അപ്പൊ ഒരാൾ പറയാണ്, ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്,
ഞാൻ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോ അവന്റെ കൂലി എന്ന് പറയുന്നത് കണക്കിടപ്പെടുന്നത് അത് കൃപയല്ല, മറിച്ച് അത് കടമാണ്. Now to the one who works, wages are not certified as a gift, but as an obligation. When people work, their wages are not a gift. അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണി ചെയ്ത് കഴിഞ്ഞിട്ട് അവന്റെ 900 രൂപ കൂലി നിങ്ങൾ ഞാൻ ഒരു സമ്മാനം തരികയാണ്. സമ്മാനമല്ല, ഒരു സൗജന്യ സമ്മാനം ഇതാ പിടിക്കൂ. നോ, അത് കൂലിയാണ്. ബട്ട് സംതിങ് ദേ ഹാവ് ഏൺഡ്. സാൽവേഷൻ ഈസ് എ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അത് ഏൺ ചെയ്യുന്നതല്ല, അത് അധ്വാനിച്ച് നേടിയെടുക്കുന്നതല്ല. നൗ ടു ദ വൺ ഹു വർക്ക്സ്, ഹിസ് വേജസ് ആർ നോട്ട് കൗണ്ടഡ് ആസ് എ ഗിഫ്റ്റ് ബട്ട് ആസ് ഹിസ് ഡ്യൂ. അവന് ന്യായമായിട്ടും അർഹമായിട്ടും കിട്ടാനുള്ളതാണ്. Wages of the worker are not credited as a gift, but it is an obligation. It is an obligation. Now to the one working, the reward is not reckoned according to grace, but according to debt. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ രക്ഷയ്ക്ക് നിങ്ങളെ യോഗ്യനാക്കാൻ നിങ്ങൾ പെർഫോം ചെയ്തു എന്ന് പറയുമ്പോൾ ദൈവം കടക്കാരനായി. ഒരു പാട്ടുണ്ടല്ലോ പെന്തക്കോസുകാർ പാടിക്കൊണ്ട് നടക്കുന്നേ, അവര് വേറൊരു അർത്ഥത്തിൽ അത് അവൻ ആർക്കും കടക്കാരനല്ല എന്ന് പറഞ്ഞാൽ ഇവർ ചിന്തിക്കുന്നു ഇവർക്ക് പൈസ കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ദൈവം ആർക്കും കടക്കാരനല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മുമ്പിൽ ഒരാൾക്കും പറയാൻ പറ്റത്തില്ല എന്റെ പെർഫോമൻസ് ഒരു 0.1% എങ്കിലും ഈ സ്ഥിതിയിലേക്ക് ഞാൻ എത്തുവാൻ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഒരു മനുഷ്യനും പറയുവാൻ പറ്റില്ല, 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 പറ്റില്ല. അങ്ങനെ പറ്റിയാൽ ദൈവം അവിടുന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോണം. കാരണം അവിടെ ദൈവത്തിന്റെ മഹത്വം ഇല്ലാതെ പോയി. ദൈവത്തിന്റെ മഹത്വം ഇല്ല. ഇപ്പൊ ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഇപ്പൊ എന്നെ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളിൽ ഒരാൾക്ക് ഞാനൊരു ഗിഫ്റ്റ് തരികയാണ്. അപ്പൊ ആ ഗിഫ്റ്റ് തരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്? നിങ്ങളോട് ഒരു ഷെയർ ഇടാൻ പറയുകയാണ്. അറിയാ, ഞാൻ നിനക്ക് ഒരു സമ്മാനം തരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണത്? ഞാൻ ഒരു ഗിഫ്റ്റ് തരികയാണ്. പണ്ട് മണറാട്ട് ഞാനൊരു സഭ നടത്തിക്കൊണ്ടിരുന്നു, പെന്തക്കോസ്ത് സഭ. അപ്പൊ ആ കാലഘട്ടത്തില് ആ സഭയിലുള്ള കുറച്ച് പേര് ചേർന്ന് പെന്തക്കോസ്തുകാരാ എല്ലാവരും കൂടി ചേർന്ന് എനിക്കൊരു സമ്മാനം തരികയാണ്. അപ്പൊ അവർ പാസ്റ്റർക്ക് ഒരു സമ്മാനം തരാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സമ്മാനം ഒന്നും വേണ്ടത്, എനിക്കെന്തോ സമ്മാനം. അപ്പൊ അങ്ങനെയൊന്നുമല്ല, നമ്മളിപ്പം സൗജന്യമായിട്ട് പൈസ ഒന്നും മേടിക്കാതെ പ്രസംഗവും കാര്യമൊക്കെ പറയാം. അപ്പൊ ചില ആളുകളോർക്കോ ഈ പുള്ളി അത്ര നാളായിട്ട് ഇങ്ങനെ തൊണ്ട പൊട്ടി പ്രസംഗിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന, എന്നാ പിന്നെ ഒരു സമ്മാനം കൊടുത്തേക്കാം. എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ 26 വർഷം ഞാൻ സുവിശേഷം പ്രസംഗിച്ചിട്ട് ഒരു സമ്മാനവും, പിന്നെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടും ആരും ഒരു സമ്മാനം തന്നിട്ടില്ല, ഞാനൊന്നും മേടിച്ചിട്ടുമില്ല, ആരും തന്നിട്ടില്ല, എനിക്കൊന്നും കിട്ടിയിട്ടുമില്ല. പിന്നെ ആകെ ഒരു ഈ 26 വർഷത്തിനിടയിൽ ഒരു ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ബർത്ത്ഡേക്ക് നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പലിലെ അനുയായികളെല്ലാം കൂടെ എനിക്കൊരു പ്രൊജക്ടർ തന്നു. അതാണ് ഒരു സമ്മാനം. പിന്നെ ആളൊരു പൂച്ചെണ്ട് തന്നായിരുന്നു. ഇതൊക്കെ ഉള്ളൂ. അപ്പൊ ഞാൻ പറയാം, ഏതായാലും ഈ ബിരുദന്മാരെല്ലാം കൂടി എനിക്കൊരു സമ്മാനം. എന്താണ് സമ്മാനം തരുന്നത്? ഒരു കട്ടില്. കട്ടിൽ എനിക്കുണ്ടല്ലോ. അതല്ല, അത് പാസ്റ്ററുടെ കട്ടില്, പഴയ ഒരു കട്ടില്, നല്ലൊരു കട്ടില് ഞങ്ങൾ തരാം. അപ്പൊ അവർക്ക് ഒരു കട്ടില്, തേക്കിന്റെ കട്ടിലാണ്, വലിയൊരു നല്ല കൊത്തുപണിയൊക്കെ ഉള്ള ഒരു കട്ടിൽ അവർ കൊണ്ട് വീട്ടിലിട്ടു. അപ്പം ഇത് എവിടുന്ന മേടിച്ച? അപ്പൊ ഞങ്ങളുടെ പറമ്പിൽ തന്നെ 2 ഫർണിച്ചർ കടയുണ്ട്. ഈ ഫർണിച്ചർ കട നമ്മുടെ പറമ്പിൽ ഇങ്ങനെ വന്നിട്ട് ഫർണിച്ചർ സ്റ്റോക്ക് വെച്ച്. അപ്പൊ ആ ഫർണിച്ചർ കടയിൽ നിന്നാണ് ഇവരിത് മേടിച്ചു കൊണ്ടിട്ടിരിക്കുന്നത്. അവസാനം ഇതെല്ലാം കഴിഞ്ഞൊരു 4-5 മാസം കഴിഞ്ഞ് ഈ ഫർണിച്ചർ കടക്കാര് കൂടും കുടുക്കയെല്ലാം എടുത്ത് പോവുകയാണ്. അവന്മാര് പോകുന്ന സമയത്ത് കണക്കൊക്കെ തീർത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വാടക തന്നു തീർത്ത് കഴിയുമ്പോഴേക്കും ഒരു തുകയുടെ മിസ്സിങ് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് പൈസ വെച്ച കുറവുണ്ടല്ലോ, ഇതെന്താ പറ്റി? അന്നേരത്തേന് കട്ടിലിന്റെ പൈസ ഇവര് മുഴുവൻ കൊടുത്തില്ല, കുറച്ച് പൈസ കൊടുത്തിട്ട് ബാക്കി എന്ത് ചെയ്തിരിക്കുക. അപ്പൊ ഇവര് മുടക്കിയത് എത്രയാണ്? കട്ടിലിന്റെ നിസ്സാര പൈസ കൊടുത്തിട്ട് ബാക്കി കട്ടിലിന്റെ പൈസ എല്ലാം നമ്മുടെ വാടകയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അതുമായിട്ട് ഉത്തരവാദിത്വം, ഞാൻ നിങ്ങളുടെ കട്ടിൽ മേടിച്ചിട്ടില്ല, എനിക്കിവിടെ വാടക കിട്ടണം. അപ്പം ഇവര് വളരെ ധർമ്മസങ്കടത്തിലായി ഈ ഫർണിച്ചറുകാര്. ഞാൻ ഫർണിച്ചറുകാരോട് പറഞ്ഞു, നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് നഷ്ടം വരണ്ട. കാരണം എന്നെ സംബന്ധിച്ച് എനിക്കിവിടെ ഈ കട്ടിലിന്റെ ആവശ്യമൊന്നും, അവർക്ക് വേറെ പണിയൊന്നുമില്ല. നിങ്ങൾ
ആണ്ട് അത് എടുത്തോണ്ട് പോക്കൂ. പിന്നെ അവരാ കട്ടിലെടുത്തോണ്ട് പോയി. ഞാൻ ഈ കട്ടിലെടുത്തോണ്ട് പോകും, ഇവിടെ വാടക എന്ന് വെച്ചാൽ, കാരണം എനിക്കിവിടെ അതിന്റെ ആവശ്യമില്ല. ഇങ്ങനെയാണ് സമ്മാനം തരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ്. അതൊന്നും ഒരു സമ്മാനം കൊടുക്കലൊന്നും അല്ല, അതൊക്കെ അവഹേളിക്കലാണ്. അപ്പം ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഗിഫ്റ്റ്, സൗജന്യദാനം. അപ്പൊ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പാർട്ട് അതിനകത്തുണ്ടോ? പാർട്ടുണ്ടോ? അപ്പൊ നമുക്ക് ഈ റോമാലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ നോക്കുക, എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. അപ്പം നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് എന്തല്ല, ഗിഫ്റ്റ് അല്ല, അത് വേജസ് ആണ്, സാലറി ആണ്. അത് നിങ്ങളുടെ ഇറ്റ് ഈസ് ഡ്യൂ, അത് നിങ്ങൾക്ക് അർഹിക്കുന്നതാണ്, നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഈ ഗ്രേസ് എന്നുള്ളതിനെ കുറിച്ചുള്ള നമ്മുടെ ആ കോൺസെപ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ആ സങ്കല്പം നമുക്ക് മാറ്റേണ്ടിയിരിക്കുന്നു, അത് മാറേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ തികച്ചും വളരെ വളരെ തെറ്റായ ഒരു ധാരണയാണ് നമുക്കുള്ളത്. ദൈവത്തിന് വല്ലതും കൊടുക്കാൻ കഴിയുന്നത് ആർക്കാണ്? ദൈവത്തിന് വല്ലതും കൊടുക്കാൻ കഴിയുന്ന ആർക്കാണ്? ദൈവത്തിന് വല്ലതും കൊടുത്തിട്ട് അത് തിരികെ പ്രാപിക്കുന്നത് ആരാണ്? ആർക്കാണ്? പൗലോസ് ചോദിക്കുകയാണ്, ദൈവത്തിന് വല്ലതും കൊടുത്തിട്ട് അത് തിരികെ പ്രാപിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ആർക്കും കഴിയുന്നില്ല. അത് കഴിയും എന്നുള്ള ഉപദേശമാണ് ഈ പെന്തക്കോസ്തുകാര് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഉപദേശക്കാർ, ഇവാഞ്ചലിക്കൽ സർക്കിള് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അത് വിശ്വസിക്കരുത്. മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? യഥാർത്ഥ സുവിശേഷം, അതാണ് പൗലോസ് പറയുന്നത്. ആ യഥാർത്ഥ സുവിശേഷം സർവലോകത്തിലും എന്ന പോലെ അതിപ്പോൾ നിങ്ങളുടെ അടുക്കലും എത്തിയിരിക്കുന്നു. Who can give something to God and get back it? No one can do that. ദൈവത്തിന് എന്തെങ്കിലും കൊടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് മേടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അങ്ങനെ പറ്റുന്ന ആരാണുള്ളത്? അങ്ങനെ പറ്റുന്ന ആരുമില്ല. അപ്പൊ അങ്ങനെ പറ്റുന്ന ആളുണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തെ എന്താക്കുന്നു? ദൈവത്തെ ചെറുതാക്കുന്നു, ദൈവത്തെ ചുരുക്കി കളയുന്നു. ഇതാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലോറിയസ് ഗോസ്പലിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഗോസ്പലാണ്. അപ്പൊ അത് വർഷിപ്പിനാണ് പ്രാധാന്യം. അതായത് ദൈവമാണ് സർവശക്തൻ, ദൈവമാണ് പരമാധികാരി, ഹീസ് സോവറിൻ, ഹീസ് ഓൾമൈറ്റി, ഹീസ് ഓംനീഷ്യൻ, ഹീസ് ഓംനിപ്രസന്റ്. ഇപ്പൊ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അപ്പം ഈ പെന്തക്കോസ്തുകാർ അവതരിപ്പിക്കുന്ന സുവിശേഷം ഇതിനെ മുഴുവൻ കോൺട്രഡിക്റ്റ് ചെയ്യുന്നതാണ്. ദൈവത്തിന്റെ അടിസ്ഥാന സ്വഭാവങ്ങളെ മുഴുവൻ വെല്ലുവിളിക്കുന്ന, ചലഞ്ച് ചെയ്യുന്ന സുവിശേഷമാണ് അവരവതരിപ്പിക്കുന്നത്. നമ്മൾ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? മാതാവിന്റെ ഗർഭപാത്രത്തിൽ അസ്ഥികൾ ഉരുവായി വരുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ്. മാതാവിന്റെ ഗർഭപാത്രത്തിൽ നമ്മൾ ഉരുവാകുന്നതിന് മുമ്പ് നമുക്ക് പേരിട്ട് കാത്തിരിക്കുന്ന ദൈവമാണ്. ഉലകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ ക്രിസ്തുവിൽ അറിഞ്ഞ ദൈവമാണ്. ഉലകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ നമ്മെ കണ്ട ദൈവമാണ്. ഉലകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്ത ദൈവമാണ്. ഉലകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ നമ്മെ ദത്തെടുത്ത ദൈവമാണ്. അപ്പൊ നമ്മളെ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്? ലോകസ്ഥാപനത്തിന് മുമ്പ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലല്ല, നമ്മുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല, നമ്മുടെ ഗുണത്തിന്റെ അടിസ്ഥാനത്തിലല്ല, നമ്മുടെ വിശുദ്ധിയുടെ അടിസ്ഥാനത്തിലല്ല, ഒന്നിന്റെയും അടിസ്ഥാനത്തിലല്ല. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ദൈവത്തിന്റെ സ്നേഹം. അപ്പൊ ഇതാണ് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ്. അപ്പൊ നമുക്ക് മഹത്വം പറയാൻ അതേ പറ്റത്തുള്ളൂ, നമ്മുടെ മഹത്വം. ഇപ്പൊ നമ്മൾ മക്കളുടെ അടുത്ത് മഹത്വം പറയുന്നത്, ഞാൻ നിന്നെ വളർത്തി വലുതാക്കി എന്നൊക്കെ നമ്മൾ പറയുകയാണ്. എന്തുകൊണ്ടാണ്? അത് കുഞ്ഞായിട്ട് ജനിച്ചത് കൊണ്ടാണ്. അത് ഒരു മുതിർന്ന ആളായിട്ടാ ജനിച്ചിരുന്നാലോ നമുക്ക് മഹത്വം പറയാൻ പറ്റുമോ? കുഞ്ഞായിട്ട് ജനിച്ചു, ഹെൽപ്ലെസ് ചൈൽഡാണ്. ആ ഹെൽപ്ലെസ് ചൈൽഡിനെ നമ്മൾ എന്ത് ചെയ്തു?
നമ്മൾ അതിന് ഡയപ്പർ കെട്ടിക്കൊടുത്തു, അതിന് ഫുഡ് ഫീഡ് ചെയ്ത് കൊടുത്തു, പാല് കൊടുത്തു, അതിനെ കുളിപ്പിച്ചു, അതിനെ തുവർത്തി, അതിനെ കൊണ്ടു നടന്നു. എത്ര നാൾ നമ്മൾ ചുമന്ന് ഇങ്ങനെ കൊണ്ടു നടന്നു. അപ്പൊ ടോട്ടലി നമ്മളാണ് അതെല്ലാം ചെയ്തത്. ആ ശിശുവിനൊന്നും തിരിച്ചു ചെയ്യാൻ പറ്റിയില്ല. അത് തിരിച്ചൊന്നും ക്ലെയിം ചെയ്തില്ല. പുഞ്ചിരിച്ച് കാണിക്കും, വിഷം വന്ന കരയും, നമ്മൾ ആശ്വസിപ്പിക്കും. അപ്പൊ ഈ ശിശു മാതൃബന്ധമാണ് ദൈവത്തോട് വേണ്ട. അതുകൊണ്ട് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം കൈവശാക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങളിപ്പം ഇച്ചിരിയുടെ പ്രായമായി കഴിയുമ്പോൾ പിള്ളേർ അവിടെ ഇവിടെയൊക്കെ ഓരോ പണിക്ക് പോകും, അവർക്ക് ഇച്ചിരി ഇച്ചിരി ചില്ലറ കിട്ടും, അവർ കുറച്ചൊക്കെ ഡിപ്പെൻഡന്റ് ആണ്, വേണ്ടി വന്നാൽ പോകുന്ന വഴിക്ക് വേണം ഞാൻ കൊടുക്കാമെന്നൊക്കെ അവർ പറയും. മനസ്സിലായോ? മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് മക്കൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കി കഴിയുമ്പോൾ അവരൊരു ബില്ല് പേ ചെയ്യുമ്പോൾ വലിയ വിഷമാണ്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. നോ, അതിന്റെ ആവശ്യമില്ല. നിന്റെ പൈസ നീ വെച്ചോ, ഞാൻ കൊടുത്തോളാം. കാരണം നമ്മളിലെ അപ്പൻ ഉണരുകയാണ്, അല്ലെ അമ്മ ഉണരുകയാണ്. നമുക്കൊരു അഭിമാനക്ഷതമാണ്. ഈ അഭിമാനക്ഷതം ദൈവത്തിനുണ്ട്. അപ്പൊ ദൈവത്തിന്റെ അഭിമാനത്തെ വെല്ലുവിളിക്കുകയാണ്. ആ കർത്താവ് നീ എന്നെ രക്ഷിക്കുകയും പുത്രനെ അയക്കുകയൊക്കെ ചെയ്തു, പക്ഷേ ഇനിയിപ്പോ ഞാൻ കുറച്ച് ബില്ല് പേ ചെയ്യാം, ഞാൻ ഇച്ചിരി വിശുദ്ധി കാണിക്കട്ടെ, ഞാൻ ഇച്ചിരി മസിൽ പിടിക്കട്ടെ, ഞാൻ ഇച്ചിരി വെള്ളം ഇട്ട് വെള്ള കോണവും കെട്ടി ഞാൻ കറുത്ത വൈറ്റ് വീട്ടിലെ ബൈബിളും പിടിച്ച് പോടാ. സോറി കേട്ടോ, ക്രിസ്മസ് സീസൺ ഇങ്ങനെ വന്നേ. എന്റെ ഈ ലൈവ് കേൾക്കുന്ന കുറെ മര്യാദക്കാരുണ്ട്, പിന്നെ വളരെ ആദരണീയരായ ഈ സോഫ്റ്റ് വാക്കുകൾ മാത്രം കേൾക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പറയും ഇങ്ങനെ കഠിനമായ വാക്കുകളൊന്നും പറയരുത്, വളരെ സോഫ്റ്റ് ആയിട്ട് അങ്ങനെയുള്ളവരിത് കേൾക്കാണ്ട് വിട്ടുവെക്കൂ. എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. എന്നെ സംബന്ധിച്ച് പച്ചയായ മനുഷ്യരോടാണ് ഞാൻ സുവിശേഷം പറയുന്നത്. ഞാൻ കോട്ടയം സ്റ്റൈലിലാണ് സംസാരിക്കുന്നത്. കോട്ടയംകാർ കേട്ടാൽ മാത്രം മതി എന്നല്ല, ഞങ്ങളുടെ കോട്ടയം സ്റ്റൈലൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ ഇത് കേട്ടാൽ മതി. എനിക്കിപ്പോ നിങ്ങളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചക്കരവാക്ക, മുഖസ്തുതി, വളഞ്ഞുള്ള എനിക്കൊന്നും സൗകര്യമില്ലെന്ന്. കാരണം ഞാനിതിന് കാശൊന്നും മേടിക്കുന്നില്ല. യൂട്യൂബിൽ ഇപ്പൊ ഇത് ആരും കണ്ടില്ലല്ലോ, എനിക്കൊന്നുമില്ല. കാണുന്നവർ കണ്ടാൽ മതി. കാരണം ഞാനവിടെ പരസ്യമൊന്നും ഇട്ടിട്ടില്ല. ഇതിന്റെ വ്യൂ കൂടുന്നുണ്ടോ, അതിരാവിലെ എഴുന്നേറ്റ് മുന്തിരി പൂത്തോ മാതളം തളർത്തോന്നോ എനിക്കതൊന്നും നോക്കേണ്ട കാര്യമില്ല. യൂട്യൂബിൽ എത്ര വ്യൂ വന്നു, ഫേസ്ബുക്കിൽ എത്ര ലൈക്ക് വന്നു, വന്നില്ല. ഞാൻ ഇത് ലൈവ് ചെയ്യുന്നത് എനിക്ക് മനസമാധാനം കിട്ടാണ്, വേറെ ഒരു കാര്യത്തിനുമല്ല. ഇത് പറഞ്ഞു കഴിയുമ്പോൾ എനിക്കൊരു മനസ്സുകൊണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. കാരണം ഞാനിത് പറഞ്ഞില്ല എന്ന് വേണം. അപ്പൊ ദൈവം തമ്പുരാനുമായിട്ട് ഞാൻ വർത്താനം പറയുമ്പോൾ ചോദിക്കടാ, നിനക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയത്തില്ലേ, നിനക്ക് ഇത് ഇച്ചിരിയും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ ഒരാൾക്കൂടെ കണ്ണു തുറന്നാലോ. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഇരുന്നിരുന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതുകൊണ്ട് ഞാനിത് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ ഹർട്ട് ചെയ്യാണ് ദൈവത്തെ. ഞാൻ മനസ്സിലായോ? അപ്പൊ ഈ ദൈവത്തെ ഒട്ടും ഹർട്ട് ചെയ്യാത്ത ഒരു സഭയാണ് പരിശുദ്ധ സുറിയാനി സഭ. അതുകൊണ്ടാണ് എനിക്ക് ആ സഭയെ ഭയങ്കര സ്നേഹമാണ്. കാരണം അതിനകത്താണ് അതിന്റെ എല്ലാ പ്രാർത്ഥനയ്ക്കകത്ത്. അന്നേരം നോക്കി വിശുദ്ധ കുർബാന തീരുമ്പോഴേക്കും ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ. കണ്ടോ, ആ ടോട്ടൽ ഡിപ്പെൻഡൻസി ആണ്. ഇപ്പം എന്റെ മൂത്ത മോള് വന്നിട്ട് എന്നോട്, ഇപ്പൊ അവള് യൂണിവേഴ്സിറ്റി പഠിക്കുകയാണ്, അവള് വന്ന് എന്നോട് ചിലപ്പോ ഇങ്ങനെ എന്റെ അടുത്ത് നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഞാൻ അങ്ങനെ ചെയ്യട്ടെ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ എനിക്കെന്ത് സന്തോഷമാണെന്നറിയും. കാരണം വെച്ചാൽ അവക്ക് എന്നെക്കാൾ ബുദ്ധിയുണ്ട്, അറിവുണ്ട്, ഈ അമേരിക്കയിലെ കാര്യങ്ങളൊക്കെ നല്ലപോലെ അറിയാം. അപ്പൊ ഞാൻ പറയും നിനക്കറിയാമല്ലോ, നീ നോക്ക്, ചിലപ്പോൾ ഇതുകൊണ്ട് ഇത് എങ്ങനെ ചെയ്യേണ്ടി. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ദൈവം എന്നെ പോലത്തെ പോഴനൊന്നും അല്ലല്ലോ. സർവശക്തനും സർവജ്ഞാനിയും പരമാധികാരിയുമായ ആ ദൈവത്തിങ്കിലേക്ക് നമ്മൾ ടോട്ടൽ ഡിപ്പെൻഡന്റ് ആകുകയാണ്. ആ കാഴ്ചയാണ് ഇത്. ഈ സഭയിലല്ലാതെ വേറെ എവിടെയാ ഉള്ളത്? പെന്തക്കോസ്തുകാര് ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പാട്ട് എഴുതി. ഈ റജി നാരായണൻ എന്ന് പേരുള്ളൊരു പാസ്റ്ററാണ്. പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു പ്രസംഗനാണ് പെന്തക്കോസ്തിലെ. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഈ റജി നാരായണൻ, പേഴ്സണലി കേട്ടോ. അപ്പൊ അദ്ദേഹം എന്നോട് വളരെ സ്നേഹത്തിലുള്ള ഒരാളാണ്. ഇപ്പൊ ഫോൺ വിളിച്ചിട്ടൊക്കെ ഒത്തിരി നാളായി. ഞാൻ പെന്തക്കോസ് വിട്ടാൽ പിന്നെ ഫോണൊന്നും വിളിച്ചിട്ടില്ല. എന്നാൽ ഇദ്ദേഹം ഒരു പാട്ട് എഴുതി, ഞാൻ അയോഗ്യനാണെന്നോ അല്ല എന്താ നീ എന്റെ ഭവനത്തിൽ വരാൻ യോഗ്യതയില്ലെന്നോ അങ്ങനെ. പെന്തക്കോസ്തുകാരെല്ലാം കൂടെ അങ്ങ് വിമർശിക്കൂ, നമ്മൾ പെന്തക്കോസ്തുകാരൊക്കെ ഭയങ്കര യോഗ്യന്മാരല്ലേ, അപ്പൊ അതുകൊണ്ട് ആ പാട്ട് തെറ്റാണ്, അത് പാടരുത്. പെന്തക്കോസ്തു തന്നെ മൊത്തത്തിൽ ഞാൻ മൈൻഡ് ചെയ്യാത്തൊരു കൂട്ടാണ്. എന്നാലും അവരുടെ കുറെ പേര് എനിക്ക് അത് അയച്ചു. ഒരു പാസ്റ്റർ വന്നിരുന്നു പറയാം, പ്രിയപ്പെട്ടവര് നമ്മളൊക്കെ ആരാന്നറിയാവോ? ആരാ? അപ്പൊ അവർക്കെല്ലാം റോങ് കോൺസെപ്റ്റ് ആണുള്ളത്. അപ്പൊ ശരിക്കും കൃപ എന്ന് പറഞ്ഞാൽ എന്താണ് കൃപ? ഗ്രേസ്. ഗോഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ്റ്റ് എക്സ്പെൻസ് ആണ് ഗ്രേസ്. ആണ്. അപ്പം പറയാണ്, കർത്താവേ ഞാൻ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ. ഇതുപോലെ ഒരു സഭ വേറെയില്ല.
ഇതുപോലൊരു സഭയില്ല. ദൈവത്തിന് വല്ലതും കൊടുത്തിട്ട് തിരികെ പ്രാപിക്കുന്നവൻ ആർ? ദൈവത്തിന് മുൻകൂട്ടി വല്ലതും കൊടുത്തിട്ട് തിരികെ പ്രാപിക്കുന്നവൻ ആര്? ആർക്കെങ്കിലും അങ്ങനെ പ്രാപിക്കാൻ പറ്റുമോ? അങ്ങനെ പ്രാപിക്കാൻ പറ്റത്തില്ല ആർക്കും. കാരണം ദൈവം പരമാധികാരിയാണ്. ദൈവം പരമാധികാരിയാണ്. ഹീ സോവറിൻ ഗോഡ്. അപ്പൊ സോവറിൻ ഗോഡ് അല്ല എന്നുള്ളതാണ് ഇവര് പറയുന്നത്. ഇപ്പൊ കർത്താവ് പറഞ്ഞ ഉപമയിൽ 2 പേര് പ്രാർത്ഥിക്കാൻ പോയി. ഒരു പരീശൻ ഡ്യൂട്ടിഫുൾ ആണ്. അപ്പൊ പരീശൻ പ്രാർത്ഥിക്കാൻ ചെന്നിട്ട് പറയാണ്, കർത്താവ് ഈ ഇടത് വശത്തേക്ക് അലവലാതി ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ. അങ്ങനെ അല്ലാത്തതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. സ്തോത്രം. കർത്താവ് ഈ സമയത്ത് എത്രയോ പേര് മദ്യഷാപ്പിലും തെരുക്കോണുകളിലും ചൂതാട്ട സ്ഥലങ്ങളിലും ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ഞങ്ങൾ ചെറിയൊരു കൂട്ടമായി, ഞങ്ങൾ വിശുദ്ധരായി ഇവിടെ കൂടി വരുവാൻ കർത്താവെ നീ അവസരം തന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള മുഴുവൻ പേരും ബ്ലെയിം ചെയ്യുകയാണ്. നോക്കിക്കേ, എന്ന് പറഞ്ഞാൽ ഇവന്റെ ഈ കൂട്ടായ്മയ്ക്കകത്തിരിക്കാത്ത മുഴുവൻ ആളുകളെ കുറ്റപ്പെടുത്തുന്ന വാക്കാണ്. ദൈവം തമ്പുരാനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടത്തില്ലേ? ഓ, വെൽ ഡൺ മൈ സൺ, വെൽ ഡൺ, അടിപൊളി. അപ്പൊ ഇത്തരത്തിലുള്ള ബോഷ്ക്കാണ് പെന്തക്കോസ്തുകാർ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ പുറത്തുള്ളവർ എല്ലാവരും മോശക്കാരാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ വിശുദ്ധരായിട്ടിരിക്കാൻ പറ്റി, ഇങ്ങനത്തെ ഉള്ള കോൺസെപ്റ്റുകളാണ്. നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഈ പരീശന്റെ പ്രാർത്ഥനയാണ്. പരീശൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ ഞാൻ അല്ലാത്തതിനായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. യഹൂദന്റെ പ്രാർത്ഥന എപ്പോഴും എങ്ങനെയാണെന്ന് യഹൂദൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നേ, ഒരു സ്ത്രീ ആയിട്ടോ ഒരു നായായിട്ടോ എന്നെ സൃഷ്ടിക്കാഞ്ഞതിനായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. യഹൂദന്റെ ഒരു അപ്പൊ ഞാൻ അതല്ലാത്തതിനായി നിന്നെ സ്തുതിക്കുന്നു, നീ ഇതല്ലാത്തതിനായി നിന്നെ സ്തുതിക്കുന്നു, ഞാൻ അനിൽ കൊടിത്തോട്ടം അല്ലാത്തതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഇങ്ങനെയൊക്കെ ഓരോരുത്തരും ഓരോന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ അതൊക്കെ തെറ്റാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ഏറ്റവും കുറഞ്ഞ ആളാണ്. ഐ ആം ദ ലീസ്റ്റ്, ഐ വാസ് ലോസ്റ്റ്. ഞാൻ കുറഞ്ഞവനാണ്, ഞാൻ നഷ്ടപ്പെട്ടവനായിരുന്നു. കൃപയാൽ, only by his grace, now I am. കണ്ടെത്തപ്പെട്ടവനാണ് ഞാൻ. I was lost, once I was lost, but now I am found. ഇപ്പോൾ ഞാൻ കണ്ടെത്തപ്പെട്ടവനാണ്. അപ്പം ഈ ടോട്ടലി, അപ്പൊ ചുങ്കക്കാരൻ എന്ത് ചെയ്യാണ്? സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും കഴിവില്ലാത്തവനായിട്ട് അവൻ നിലവിളിച്ച് പറയുകയാണ്, കർത്താവെ എനിക്ക് ഈ യോഗ്യത ഒന്നും പറയാനില്ല. അന്നേരത്തിന് പരീശൻ അവിടെ നിന്ന് യോഗ്യത പറയാം, ഞാൻ ആഴ്ചയിൽ 2 നേരം ഉപവസിക്കുന്നു, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, ഞാൻ നേടുന്നതിലെല്ലാം പതാരം കൊടുക്കുന്നു, ഞാൻ ദശാംശം കൊടുക്കുന്നു, ഞാൻ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഹി ഹാസ് എ ലിസ്റ്റ്. അദ്ദേഹം ചെയ്ത കാര്യങ്ങളുടെ എല്ലാം ലിസ്റ്റ് ഉണ്ട്. ചുങ്കക്കാരന് ഒന്നുമില്ല. ചുങ്കക്കാരന് ഒന്നും പറയാനില്ല. ഒറ്റ കാര്യമുള്ളൂ, ഓ മൈ ഗോഡ്, അവനൊന്നുമില്ല. ആ ഒന്നുമില്ലാതെ നിൽക്കുന്നവന് കിട്ടുന്ന സാധനത്തിന്റെ പേരാണ് ഗ്രേസ്. മനസ്സിലായോ? തോറ്റവന് കൊടുക്കുന്ന മാർക്കാണ് ഗ്രേസ് മാർക്ക്. ജയിച്ചു എന്ന് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ ഗ്രേസ് മാർക്ക് ഇല്ല. അപ്പൊ അതുകൊണ്ട് പരാജിതർക്കുള്ള സുവിശേഷം, ഞാൻ ഗ്രേസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഈ പറഞ്ഞ, കാരണം നിങ്ങൾ വിചാരിക്കുകയാണ് യു ആർ ട്രൈങ് ടു മേക്ക് യുവർ സെൽഫ് ക്വാളിഫൈഡ്. അപ്പൊ നിങ്ങളെ തന്നെ ക്വാളിഫൈ ചെയ്തുകൊണ്ട് വരുമ്പോഴേക്കും അവിടെ അപാത്രങ്ങളായി മാറും. കൃപയ്ക്ക് അപാത്രങ്ങളായി മാറും. അപ്പൊ കൃപയ്ക്ക് അപാത്രമായി മാറാതെ ഇരിക്കാനാണ്. അപ്പം ഗലാത്യ സഭയില്, ഇപ്പൊ നമ്മൾ കൊലാസ്യ സഭയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഗലാത്യ സഭയില് ചില ആളുകൾ ചെന്നിട്ട് പറഞ്ഞു, കാര്യം ഇതൊക്കെ പറഞ്ഞാലും ഇത് വചനത്തിൽ ഇന്ന പോലെ ഉണ്ട്. എന്താണ് വചനത്തിലുള്ളത്? വചനത്തിലുള്ളത് ഇന്ന പോലെ കാര്യങ്ങളുണ്ട്, ബൈബിളിലുണ്ട്. എന്താണ് ബൈബിളിലുള്ളത്? ബൈബിളിൽ പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബൈബിളിൽ നോക്കി കഴിയുമ്പോൾ പരിച്ഛേദനയേക്കണം. ബൈബിളിൽ നോക്കുമ്പോൾ പരിച്ഛേദനയേക്കണം. അതുകൊണ്ട് ആ പരിച്ഛേദന ഏറ്റില്ലെങ്കിൽ നിങ്ങൾ, കാരണം തിരുവെഴുത്ത് എന്ത് ചെയ്യണം? തിരുവെഴുത്ത് നിങ്ങൾ അനുസരിക്കണം. കാരണം തിരുവെഴുത്തുള്ള, അപ്പൊ യഹൂദനെ സംബന്ധിച്ച് ഭയങ്കര ഗിൽറ്റ് കോൺഷ്യസ് വരും. ഗിൽറ്റ് കോൺഷ്യസ് കാരണം ഗലാത്യ ലേഖനം 2-ന്റെ ഗലാത്യ ലേഖനം 2-ന്റെ 2-ാം അധ്യായത്തിലാണ് അത് നമ്മൾ വായിക്കുന്നത്. അപ്പം 21-ാമത്തെ വാക്യം, ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല, ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. അപ്പം അവിടെ പറയാണ് കൃപ എന്താണ് എന്ന് പറയാണ്. അപ്പൊ ചില ആളുകൾ വന്നിച്ച് പറയാണ്, നമ്മളെ എന്ത് ചെയ്യണം? യോഗ്യരാക്കണം.
നമ്മൾ നമ്മളെ യോഗ്യരാക്കണം. അതുകൊണ്ട് വി ഹാവ് ടു ഡു സംതിങ്, വി ഹാവ് ടു പെർഫോം സംതിങ്. അത് കൃപ പ്ലസ് 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 സംതിങ്. നോ 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 നോ, കൃപ മാത്രമാണ്. അപ്പം അതായത് ഇപ്പൊ ഞാന് നിങ്ങളെ വിളിച്ച് റെസ്റ്റോറന്റിൽ പോവാണ്, ഞാനാണെന്ന് നിങ്ങൾക്ക് ചെലവ് ചെയ്യാണ്, ഭക്ഷണമെല്ലാം കഴിച്ച് കഴിയുമ്പോഴേക്കും സ്റ്റാർ ഹോട്ടലിലാണ്. ഇപ്പൊ സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഇപ്പോൾ ഒരാളെ കഴിക്കും, ഇവിടെ ഒരു നാരങ്ങ വെള്ളത്തിന് എത്ര രൂപ, ലെമൺ ജ്യൂസ്, ഈ ലെമൺ ജ്യൂസിന് എത്ര രൂപ? അപ്പം ഞാൻ ഇത് 150 രൂപ, ലെമൺ ജ്യൂസിന് 150 രൂപ. അപ്പൊ ഈ പുള്ളിക്ക് ബാക്കി ഫുഡൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി പറയാം, ഞാൻ ഈ ലെമൺ ജ്യൂസിന്റെ പൈസ ഞാൻ കൊടുക്കാം. കാരണം ഞാനൊന്നും കൊടുത്തില്ലെന്ന് വേണ്ടല്ലോ, കൊടുക്കണ്ട, കാരണം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ട്രീറ്റ് തരികയാണ്. അപ്പൊ അതിന്റെ ബില്ല് വരാൻ പോണ ഹ്യൂജ് ബില്ലാണ്. അപ്പൊ നീ 150 രൂപ ഈ ലെമൺ ജ്യൂസിന് കൊടുക്കണ്ട. പക്ഷെ ഈ പുള്ളി സമ്മതിക്കില്ല. അപ്പൊ ഇവിടെ നമ്മൾ പറയാണ്, 2-ാം അധ്യായം, ഗലാത്യലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ, നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അപ്പം സുവിശേഷത്തിൽ നുഴഞ്ഞു കയറുന്ന കള്ള സഹോദരന്മാർ, സുവിശേഷത്തിൽ നുഴഞ്ഞു കയറുന്ന കള്ള സഹോദരന്മാർ, അവരാണ് നിങ്ങളോട് പറയുന്നത് ദൈവത്തിന്റെ അംഗീകാരം ഒരു ഹയർ എക്സ്റ്റെന്റിൽ നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അത് ചെയ്യണം, നിങ്ങൾ ഇത് ചെയ്യണം, നിങ്ങൾ അങ്ങനെ നടക്കണം, നിങ്ങൾ ഇങ്ങനെ നടക്കണം, പെർഫോം ചെയ്യണം, നിങ്ങൾ വിശുദ്ധീകരിക്കണം, നിങ്ങൾ വിശുദ്ധിയിൽ വളരണം, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ്. ഇപ്പൊ തന്നെ ഒരു ചെറുപ്പക്കാരൻ, ഒരു പയ്യനുണ്ട്, എന്തോ അദ്ദേഹത്തിന്റെ പേര് ചെറിയാനാണ്, ചെറിയാൻ. അപ്പം അദ്ദേഹം വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഒരുപാട് പേര് എനിക്ക് അത് അയച്ചു തന്നു. വളരെ നല്ല ഒരു ക്ലാസ് ആയിട്ട്. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്, കണ്ടാൽ നല്ല സുന്ദരനാണ്, നല്ല ഹാൻസം യങ് പേഴ്സൺ, നല്ല രസമുണ്ട് ക്ലാസ് കാണാൻ. ഞാനത് എനിക്ക് അയച്ചു തരുന്ന ആളുകൾ അയക്കുന്നുണ്ട്, ഇത് കാണുന്നുണ്ട്. അപ്പൊ അത് കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹം പറയുന്ന ഇതാണ്, നമ്മൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കുക, നമ്മൾ അത് ചെയ്യുക, കുറെ ഡ്യൂട്ടീസ് പറയുക. അപ്പം ആളുകൾക്ക് ഗിൽറ്റി കോൺഷ്യസ് കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എന്തിനാണ്? ദൈവം വരുന്നു, യേശു വരുന്നു. അപ്പൊ നിങ്ങൾ പിടുത്തം വീഴാതിരിക്കാൻ വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു തെറ്റായ സന്ദേശം കൊടുക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഗ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഗിഫ്റ്റാണ്, ഫ്രീ ആണത്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മേടിക്കാം എന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ബോഷനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബോഷൻ നിങ്ങളാണ്. നമ്മളോർക്കും പുള്ളി ഭക്തനാണെന്ന്, ഭക്തനല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ബോഷനാണ്. ഇപ്പൊ നിങ്ങൾ വെളിപ്പാട് പുസ്തകം 11-ാമത്തെ അധ്യായം, അവിടെ നമ്മൾ കാണുകയാണ്, രക്ഷ എന്നത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമാണ്. മനസ്സിലായോ? രക്ഷ എന്നത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമാണ്. ഇറ്റ് ഈസ് എ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്, അല്ലാതെ രക്ഷ ഒരിക്കലും നമ്മൾ ആർജിക്കുന്നതല്ല. ഈ രക്ഷ ദാനമായി നൽകുന്ന ദൈവം, രക്ഷ ദാനമായി നൽകുന്ന ദൈവം, രക്ഷദാനമായി നൽകുന്ന ദൈവം. വെളിപ്പാട് 7:10 പറയുന്നത്, വെളിപ്പാട് 7:10 പറയുന്നത്, ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാൻ വയ്യാത്ത വലിയ പുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും. കുരുത്തോലയൊക്കെ പിടിച്ച് ബന്ധക്കോസുകാർ നിൽക്കുവാവോ? കുരുത്തോലയൊക്കെ പിടിച്ച് നിൽക്കേണ്ടി വരും കേട്ടോ. അവിടെ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പായി നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. ഇറ്റ് ഈസ് എ ഫ്രീ ഗിഫ്റ്റ്. ഹൗ മച്ച് യു പെയ്ഡ്, ഹൗ മച്ച് യു കോൺട്രിബ്യൂട്ട്. എന്താണ് നിന്റെ ദാനം? എന്താണ് നിന്റെ പങ്ക്? എന്താണ് നിന്റെ ഓഹരി? വാട്ട് ഈസ് യുവർ ഷെയർ ഇൻ ഇറ്റ്? എന്തെങ്കിലും ഷെയർ ഇട്ടിട്ടുണ്ടോ?
ഷെയർ ഇട്ടിട്ടുണ്ടോ? ഷെയർ ഇട്ടിട്ടുണ്ടെന്നുള്ള ഉപദേശമാണ് ഈ തെറ്റായ ഉപദേശം. അപ്പൊ നിങ്ങൾ ആ ഉപദേശമാണോ ഹോൾഡ് ചെയ്യുന്നത് എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുക. ആ ഉപദേശമാണെങ്കിൽ ദയവായി നിങ്ങൾ സത്യോപദേശത്തിലേക്ക് മടങ്ങുക. എന്താണ് സത്യോപദേശം? സത്യോപദേശം അതാണ് കൊലാസ്യ ലേഖനത്തിൽ പറയുന്നത്. ആ സത്യവചനം നിങ്ങളുടെ അടുക്കൽ എത്തി. ഞാൻ കൊലാസ്യ ലേഖനം എടുക്കുകയാണ്, ഒരു സെക്കൻഡ്. അതിന്റെ 1-ാമത്തെ അധ്യായമാണ് നമ്മൾ വായിച്ചത്. അവിടെ പറയുകയാണ്, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി, ഫലം കായ്ച്ചു. അപ്പൊ എന്നിട്ട് പറയാണ്, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും, അടുത്തത് നിങ്ങൾ നോക്കുക, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും. ഇനി നിങ്ങൾ നിങ്ങളുടെ ഈ ബൈബിൾ ഉണ്ടെങ്കിൽ നോക്കണം, കൊലാസ്യർ 1:16. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും. ഈ ലിസ്റ്റിനകത്ത് എന്തെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടോ? നിങ്ങൾ നോക്കുക, സ്വർഗത്തിലുള്ളത്, ഭൂമിയിലുള്ളത്, ദൃശ്യമായത്, അദൃശ്യമായത്, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, പിന്നെ പറയാം സകലവും, ഓൾ തിങ്സ്, സകലവും അവൻ മുഖാന്തിരം സൃഷ്ടിക്കപ്പെട്ടു. അടുത്തത്, അവൻ മുഖാന്തിരവും അവന് വേണ്ടിയും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഓൾ തിങ്സ് ക്രിയേറ്റഡ് ഫോർ ഹിം. ഓൾ തിങ്സ്, സകലവും അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. ആർക്ക് വേണ്ടിയാണ്? ക്രിസ്തുവിന് വേണ്ടി. സകലവും ക്രിസ്തുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. എന്തൊരു ചിന്തയാണ്! എന്തൊരു ചിന്തയാണ്! സകലതും ക്രിസ്തുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. അപ്പം സകലതും ക്രിസ്തുവിൻ്റെതാണ്. ഇതിനകത്ത് എന്തെങ്കിലും എക്സ്ക്ലൂഡഡ് ആയിട്ടുണ്ടോ? ദിസ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ. ഇതാണ് ദൈവകൃപയുടെ വചന കേൾവി. ഈ ദൈവകൃപയെ കുറിച്ചാണ് കൊലാസിയിലുള്ളവർ കേട്ടത്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, സകലതും, ഓൾ തിങ്സ് വെയർ ക്രിയേറ്റഡ് ബൈ ഹിം ആൻഡ് ത്രൂ ഹിം ആൻഡ് ഫോർ ഹിം, whether it is visible or invisible, whether it is in heavens or it is on earth, that doesn't matter, all things. അപ്പൊ സകലതും ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ടു. ക്രിസ്തുവിലൂടെ. All things were created by him and through him and for him. എഗ്രി ചെയ്യുന്നുണ്ടോ? ഇതാണ് ദൈവകൃപ. ഈ കൃപയുടെ സുവിശേഷമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇനി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാക്യം നമ്മൾ വായിക്കാൻ പോവാണ്. ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ പിടിച്ചിരുന്നാണ്, സൈഡിൽ ഇരിക്കുന്നവരൊക്കെ വഴുതി താഴെ വീണു പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, 1 Corinthians chapter 3 verse 22. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 21-ാമത്തെ വാക്യം നമ്മൾ വായിക്കുകയാണ്. ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്.
സകലവും നിങ്ങൾക്കുള്ളതല്ലോ. നമ്മൾ പഠിച്ചു സകലവും ക്രിസ്തുവിൻ്റെതാണ്. ഇപ്പം അടുത്ത പാഠം വരികയാണ്, സകലവും നിങ്ങളിൽ എത്ര പേര് ഈ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. വെൻ ഡയഗ്രാംസ് ഒക്കെ പഠിക്കുന്ന ഈ ഗ്രൂപ്പൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. അങ്ങനെ പഠിച്ചിട്ടുള്ളവർക്ക് ഇത് പെട്ടെന്ന് കത്തും. ഈ ആകയാൽ മനുഷ്യരിൽ സകലവും നിങ്ങൾക്കുള്ളതല്ലോ. 22ാമത്തെ വാക്യം, പൗലൂസോ അപ്പല്ലോസോ കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത്. സകലവും നിങ്ങൾക്കുള്ളതാ. ഈ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണ്ടത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചപ്പോ ദേവലോകമോ പുത്തൻ കുരിശോ നമ്മുടെ പരിശുദ്ധ പൗലൂസ് ബാവായോ പരിശുദ്ധ തോമസ് പ്രഥമൻ ബാവായോ ശ്രേഷ്ഠ ബാവായോ ആരുമാണ്. ഇപ്പൊ ഇന്നത്തെ ടേമി പറഞ്ഞു പറയണ ലോകമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ കേഫായോ മരണമോ. കേഫായുടെ സൈഡും പൗലൂസിന്റെ സൈഡും അപ്പല്ലോസിന്റെ സൈഡും 3 സൈഡിൽ അടി നടക്കുക. അങ്ങനെ പറയുന്നത് ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. എന്തിനാ നമ്മൾ ആ വിശ്വമനുഷ്യനാകണം. കോസ്മിക് പേഴ്സണാലിറ്റിയാണ്. പിണറായി വിജയനോ രമേശ് ചെന്നിത്തലയോ ഉമ്മൻചാണ്ടിയോ കെ സുരേന്ദ്രനോ കെ സുധാകരനോ ജോസ് കെ മാണിയോ പി ജെ ജോസഫോ സകലവും നിങ്ങൾക്കുള്ളതാണ്. അങ്ങനെ ഞാനൊരു സാധാരണ മനുഷ്യൻ അല്ലല്ലോ. ആക്ച്വലി യു ആർ എ കോസ്മിക് പേഴ്സൺ. മനസ്സിലായോ? ഇവര് മുഴുവൻ നിന്റെ അകത്തായിരിക്കും. ഇതാണ് റെവലേഷൻ. നിങ്ങൾ നോക്കുക, ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത്. 23, നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ. ക്രിസ്തു ദൈവത്തിനുള്ളവർ. നോക്ക, ആ അടുക്കടുക്കായിട്ട് പോകുന്ന നോക്കി. ഈ ഒരു പുഷ്പം ഇങ്ങനെ അടുക്കായിട്ട് ഇങ്ങനെ ഇതള് വിരിഞ്ഞു വരുന്നതല്ലേ. ഇങ്ങനെയാണ് ഇതിന്റെ ഓർഡർ വരുന്നത്. അപ്പൊ സകലതും ക്രിസ്തുവിൻ്റെതാണെന്ന് നമ്മൾ എന്ത് ചെയ്തു? ഏത് ലേഖനത്തിലാ വായിച്ചേ? സകലതും ക്രിസ്തുവിൻ്റെതാണെന്ന് കുറച്ചുമ്പ് വായിച്ചല്ലോ. കൊരിന്ത്യർ ലേഖനത്തിന് തൊട്ടുമ്പ് വായിച്ച ഏതായിരുന്നു? അപ്പൊ ഈയിടെ ഭയങ്കര മറവിയാ. അതായത് ഞാൻ പറഞ്ഞ് ഓൾ തിങ്സ് കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെയാണ്. അല്ല, കൊരിന്ത്യർ ലേഖനത്തിൽ അതല്ലേ വായിച്ചേ? കൊലാസ്യ ലേഖനത്തിലാണ് വായിച്ചേ. കൊലാസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ. അപ്പൊ കൊലാസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, സകലതും അവൻ മുഖാന്തരം അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഇതൊരു വലിയൊരു മർമ്മമാണ്. വലിയ മർമ്മം എന്ന് പറഞ്ഞാൽ ചെറിയ മർമ്മം. അപ്പം എന്താണത്? സകലതും ക്രിസ്തുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോ ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഇപ്പൊ ഷാജി ശാമുവല്, പാസ്റ്റർ എസ് എൻ കുരുവിള, ജോബി ജോസഫ്, സോൺസി രാജൻ, തോമസ് അലക്സാണ്ടർ ചാക്കോ, ബിനു അലക്സാണ്ടർ കുന്നു, ഇങ്ങനെയുള്ള ഈ നിങ്ങളെല്ലാവരും എന്റെയാണ്. മനസ്സിലായോ? പക്ഷെ എനിക്ക് നിങ്ങളെല്ലാം വേണ്ട. എനിക്കിത് 1-2 പേരെ മതി, കുറച്ചു പേരെ മതി, മുഴുവൻ പേരെ വേണ്ട. ഈ കുറച്ചു പേരെ മതി എന്ന് പറയുമ്പം ക്രിസ്തു അപൂർണനാണ്. ഓൾ തിങ്സ് വേർ ക്രിയേറ്റഡ് ബൈ ഹിം, ത്രൂ ഹിം ആൻഡ് ഫോർ ഹിം. അപ്പം ക്രിസ്തു ആരും ഡയറക്റ്റായിട്ട് എടുക്കുന്നില്ല. ക്രിസ്തു എങ്ങനെ എടുക്കുന്നേ? സകലവും നമുക്കുള്ളതും നമ്മളാ ക്രിസ്തുവിനുള്ളത്. അപ്പൊ നമ്മൾ ഈ സകലത്തെയും ഉൾക്കൊള്ളുമ്പോഴാണ് സകലതും ക്രിസ്തുവിലാകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി എന്താണെന്ന് മനസ്സിലാകും, നിങ്ങളുടെ പദവി എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ പ്രിവിലേജ്, നിങ്ങളുടെ പൊസിഷൻ, വാട്ട് ആൻ ഓണർ. എന്തൊരു വലിയ ബഹുമതിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊരു കോസ്മിക് പേഴ്സണാണ്. അപ്പൊ ആ കോസ്മിക് ക്രൈസ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കോസ്മിക് പേഴ്സൺ ആകുകയാണ്. അപ്പൊ ഈ ലോകത്തിലെ ഈ ജനിച്ച് വാങ്ങിപ്പോയ മുഴുവൻ ജനങ്ങളെയും, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെയും ഇനിയും വരുവാനുള്ളതിനെയും, അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്പോഴുള്ളതും വരുവാനുള്ളതും. അപ്പൊ കടന്നുപോയതും
മനസ്സിലായോ? നമ്മൾ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം നിൽക്കാൻ. അപ്പൊ ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നിട്ട് നമ്മളൊരു വിശ്വപുരുഷനായിട്ട് നിന്നിട്ട് നമ്മള് ആത്മാവിൽ ആ വിരാട രൂപം പ്രാപിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറിയാമിൻ സ്മരണം വരദായകമാകാ. നമ്മൾ പറഞ്ഞു നമുക്ക് എത്രത്തോളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയും? എത്ര പേരകത്ത് കയറി? അപ്പൊ പൗലോസ്ലീഹ കൊരിന്ത്യക്കാരോട് പറയാണ്, നിങ്ങളുടെ അകത്ത് ഞാൻ കാണും, കാരണം നിങ്ങളുടെ പ്രിയപ്പെട്ട അപ്പോസ്തലനാണ് ഞാൻ, പക്ഷെ നിങ്ങളുടെ അകത്ത് കേഫ ഇല്ല. ഇവിടെ പറയാണ് കേഫാവോ അപ്പല്ലോസോ ദൂതന്മാരോ ഉയരമോ ആഴമോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ all things are for him, it is yours, it belongs to you. അത് നിന്റേതാണ്. റോമാലേഖനത്തിൽ 11 അധ്യായത്തിൽ all things are from him, through him and towards him, all things. ഇനി നിങ്ങൾ പറ, ഇതിനകത്ത് എന്താണ് വിട്ടുപോയിരിക്കുന്നത്? ഇതാ ഗ്ലോറിയസ് ഗോസ്പൽ, അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലത്തെ ഗോസ്പൽ അല്ല. കുറെ പേരെ എടുത്ത് ഫ്രൈ ചെയ്യാനും കുറെ പേരെ എണ്ണ പുരട്ടി വറക്കാനും കുറെ പേരെ മുളകിട്ട് വെക്കാനൊന്നും അങ്ങനെയൊന്നുമില്ല. All things all for all belongs to me. അപ്പൊ ഞാനാണ് തീരുമാനിക്കുന്ന ആരെയാണ് നരകത്ത് വിടുന്നത്, ആരെയാണ് സ്വർഗത്ത് വിടുന്നത്. അപ്പൊ ഞാൻ കുറെ പേരെ നരകത്ത് വിട്ടു കഴിഞ്ഞാൽ ഞാൻ അപൂർണനായി. ഈ മുഴുവൻ ആളുകളെയും എന്റെ അകത്ത് കയറ്റുന്നതാണ് എന്റെ പ്രയാസം. അതാണ് എന്റെ നരകം, അതാണ് എന്റെ കാത്താസിസ്. ആ കാത്താസിസ് ഞാൻ എന്ത് ചെയ്യാണ്? തുഴഞ്ഞു കയറി മറുകര എത്തുമ്പോഴാണ് ഞാൻ ആ 46-ൽ എത്തുന്നത്. ഞാൻ ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാണ്. അവിടെയാണ് ഞാൻ ആരാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അവിടെയാണ് ആ ഗ്രേറ്റ് റിയലൈസേഷൻ. ആ ഗ്രേറ്റ് റിയലൈസേഷനിലാണ് ഞാൻ ക്രിസ്തുവാണ്, ഞാൻ ക്രിസ്തുവിലാണ്, ക്രിസ്തു എന്നിലാണ്, ഈ മുഴുവൻ മനുഷ്യരും എന്റെ വകയാണ്. ഇത് മനസ്സിലാക്കും. എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പം ഇതൊക്കെയാണ് പൗലോസ് എഴുതി വെച്ചത്. ഇത് എഴുതി വെച്ചാണ് പൗലോസ് ഈ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം നിഗളിച്ചു പോയിരിക്കാൻ, എന്നെ കുത്താൻ ഒരു സാത്താന്റെ ദൂതം വന്നപ്പെട്ട. ഈ വെളിപ്പാടാണിത്, റെവലേഷൻ. ഈ റെവലേഷനാണ് നമ്മുടെ അകത്ത് കയറേണ്ടത്. ഈ റെവലേഷന്റെ റിയലൈസേഷന്റെ അതിന്റെ ആക്ച്വലൈസേഷന്റെ ടൈമിനാണ് ദൈവം വെയിറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇവിടെ. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ഇതിപ്പോ ഇങ്ങനെ ആയിരിക്കുന്നതിന്റെ കാരണം അതാണ്. ഇതൊക്കെ തന്നെയാണ് ഈ അദ്വൈത ദർശനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനൊക്കെ മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട്. ഇവിടെ പൗലൂസിന്റെ റെവലേഷന് മിസ്സിംഗ് ലിങ്ക്സ് ഇല്ല. പെർഫെക്റ്റ് റെവലേഷനാണ്, പെർഫെക്റ്റ് ഗോസ്പലാണ്, ഗ്ലോറിയസ് ഗോസ്പലാണ്. ഈ ഗ്ലോറിയസ് ഗോസ്പൽ കേൾക്കാൻ നിങ്ങൾ സമയം ചെലവഴിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നമ്മൾ ഒരുമിച്ചാണ് ഗ്ലോറിയസ് ഗോസ്പല് അവതരിപ്പിക്കേണ്ടത്. നിങ്ങളും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സ്ഥലങ്ങളിൽ ഇത് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. താതൻ ശ്ലോമോഗ മൂലം മേലിന ധന്യ. നമ്മുടെ അലക്സി മുല്ലുള്ള ഇപ്പൊ കണ്ടോണ്ടിരിപ്പുണ്ടല്ലേ. അദ്ദേഹം പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചു. ഇന്ന് വിക്ടറി ഡേ ആണ്. അദ്ദേഹം ആദ്യം മുതൽ ഈ ഗ്ലോറിയസ് ഗോസ്പൽ കേൾക്കുന്ന ഒരു പ്രേക്ഷകനാണ് ഈ അലക്സി മുല്ലുള്ള. ഇന്ന് പഞ്ചായത്ത് ഇലക്ഷൻ റിസൾട്ട് വന്ന് ജയിച്ചിട്ടാണ് ഇന്ന് വൈകിട്ടും അദ്ദേഹം ഈ നമ്മുടെ ഗോസ്പൽ കേൾക്കാൻ വേണ്ടി സമയം മാറ്റിവെച്ച് വന്നത്. നിങ്ങൾക്ക് ചെറിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? ഇന്ന് ജയിച്ചിട്ട് അതുവഴിയൊക്കെ നടക്കേണ്ട ആളല്ലേ. അപ്പൊ ദൈവം അദ്ദേഹത്തെ വളരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഗോസ്പൽ കേൾക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് ലോട്ടറി അടിക്കട്ടെ എന്നൊന്നുമില്ല. നിങ്ങൾക്ക് മേത്തരം റെവലേഷൻസ് ഉണ്ടാകട്ടെ. നമ്മുടെ തോമസ് അലക്സാണ്ടർ ചാക്കോ നോക്ക്, വണ്ടർഫുൾ കമന്റ്സ് ആണ് അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹം ചില സമയത്തൊക്കെ എനിക്ക് ചില മെസ്സേജൊക്കെ അയക്കും, വളരെ ഐ ഓപ്പണിംഗ് ആയിട്ട്. എനിക്ക് പല പുതിയ രീതി ചിന്തിക്കാനൊക്കെ അദ്ദേഹത്തിന്റെ കമന്റ്സ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ഗോസ്പൽ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും തന്നെ ഓരോ ലെജൻസ് ആണ്. നിങ്ങളെല്ലാം ഭയങ്കരമായിട്ട് വെളിപ്പാടുള്ളവരാണ്. കാരണം നിങ്ങൾ എഴുതുന്ന കമന്റുകൾ, ചിലപ്പോൾ എനിക്ക് അയക്കുന്ന മെസ്സേജ് ഒക്കെ അത്ഭുതകരമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരിലും ദൈവം വെളിപ്പാടിന്റെ നയനങ്ങളെ തുറന്നുകൊണ്ടിരിക്കുന്ന സീസണാണ്. സോ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് വലിയ വെളിച്ചം ഉണ്ടാകാൻ വേണ്ടി, വെളിവ് നിറഞ്ഞ ഒരു ഈശോ നമ്മൾ പാടുന്ന അല്ലാതെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വലിയ വെളിച്ചം ഉണ്ടാകാൻ വേണ്ടി
ഒരുമിച്ച് യത്നിക്കാം. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കും. മറിയാമിനു നൽകപ്പെട്ടു തീപ്പൂണ്ടോൻ വായിൽ തിങ്ങും ശ്ലോമോ ചൊന്നാൻ നാഥൻ നിൻ കൂടെ തന്നുദയം നിന്നിൽ ശ്ലോമോ തന്നിബിയന്മാർക്കും ശ്ലോമോ തൻ ശ്ലീഹന്മാർക്കും ശ്ലോമോ ശ്ലോമോ നാദങ്ങൾ കൂറേറും സഹദേന്മാർക്കും ശ്ലോമോ തന്മക്കൾ വസിക്കും പരിശുദ്ധ സഭയ്ക്കും ശ്ലോമോ